ഓർത്ത് തന്നെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ നന്ദിയുടെ സ്തോത്രം ചെയ്തു കടന്നു വന്ന എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന പ്രത്യേകമായ സമയം പ്രാർത്ഥിക്കുകയും ചെയ്യും. അല്പസമയം നമുക്ക് യോജിച്ച് കടന്നു വരാൻ ആധാരമായി ഒരു എഴുതിയ 11-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 13-ാം അധ്യായം 30-ാമത്തെ വാക്യം. പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഈ വേദഭാഗം നന്നായിട്ട് അറിയാവുന്ന ഒരു വേദഭാഗമാണ്. പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് ഇവിടെ നാം കാണുന്നത്. പൗലോസിന് പ്രശംസിക്കുവാൻ ആകെ ഉള്ളത് അവന്റെ ബലഹീനത മാത്രമാണ്. നാം വായിച്ച സങ്കീർത്തനത്തിൽ 42-ാം സങ്കീർത്തനം അവസാനം പറയുന്നു, എന്റെ ആത്മാവേ നീ വിഷാദിച്ചു ഉള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശം ചെയ്യും. എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഈ അവനെ സ്തുതിക്കും. എന്റെ ആത്മാവേ നീ വിഷാദിച്ചു ഉള്ളിൽ ഞരങ്ങുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്തിലേക്ക് നാം നോക്കുമ്പോൾ സങ്കീർത്തനക്കാരുടെ കുറേ ദുഃഖങ്ങളും വേദനകളും നിരാശകളുമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഒടുവിലേക്ക് വന്നപ്പോൾ സങ്കീർത്തനക്കാരൻ തന്നെ തന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്യമാണ്. അതാണ് ആ വാക്യം ചോദിച്ചിരിക്കുന്നത്, എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ആദ്യം അവന്റെ പരിഭവം, സങ്കീർത്തനക്കാരൻ തന്റെ പരിഭവം ദൈവത്തോട് പറയുകയാണ്. എനിക്ക് വളരെ പ്രയാസമുണ്ട്, കഷ്ടമുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്, രോഗങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഇല്ലായ്മയുടെ വല്ലായ്മയുടെ ദുഃഖത്തിന്റെ ഒരു ഭാണ്ഡകരമായിട്ടാണ് ഈ സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ ചെയ്തത്. ദൈവസന്നിധിയിൽ അവന്റെ ഭാണ്ഡകെട്ടുകളെല്ലാം അവൻ ഇറക്കി വെച്ചു. ദൈവത്തോട് പറഞ്ഞ കർത്താവേ, ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്. ദൈവസന്നിധിയിൽ നാം നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ തുറന്നു പറയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, യേശുക്രിസ്തു കുരുടനായ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു പറയാം. കർത്താവിന് അറിയാതെ കണ്ടത് വിളിച്ചു, പക്ഷേ അവനത് പറയണമായി. അവന്റെ ആവശ്യം ദൈവത്തോട് അവൻ പറഞ്ഞു, അവരുടെ എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവൻ കാഴ്ച പ്രാപിച്ചു. നമ്മുടെ ആവശ്യം എന്തോ അത് ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കും. ഈ സങ്കീർത്തനക്കാരൻ അവന്റെ വേദനകളുമായിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ വേദനകൾ ഒന്നിനു പുറകെ ഒന്നായി അവൻ നിരത്തി വെച്ചു. നിരത്തി വെച്ചു കഴിഞ്ഞപ്പോൾ അവന് ദൈവത്തിൽ നിന്ന് വലിയ ആശ്വാസം കിട്ടി. അവനെ തട്ടിയിട്ട് പറഞ്ഞു, നീ വിഷാദിച്ചു, ഞാൻ ഉള്ളിൽ ഞരങ്ങുന്നതിനാണ്. ഈ ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയാണ്. അതിനോട് ചേർന്ന് പൗലോസ് പറയുന്നു, എനിക്ക് പ്രശംസിക്കുവാൻ എന്റെ ദൈവത്തിനല്ലാതെ ഒന്നുമില്ല. എനിക്ക് എടുത്തു പറയാനായിട്ട് നമുക്കറിയാം, പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസിനെ എടുത്തു പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു സമ്പന്നനാണ്, വിദ്യാഭ്യാസമുള്ളവനാണ്, യഹൂദനാണ്, 8-ാം നാളിൽ പരിശീലനപ്പെട്ടവനാണ്. അങ്ങനെ അവന്റെ യോഗ്യതകളുടെ വലിയൊരു ലിസ്റ്റ് അവിടെ സമൂഹത്തിൽ നല്ല നിലയും വിലയുമുള്ളതാണ്. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നു, എനിക്ക് ഈ നിലയും വിലയും ഒന്നുമല്ല എനിക്ക് പ്രശംസിക്കുവാനായിട്ടുള്ളത്. എനിക്ക് പ്രശംസിക്കുവാനായിട്ടുള്ളത് എന്റെ കഷ്ടത മാത്രമാണ്. ആ കഷ്ടത എങ്ങനെയുള്ള കഷ്ടതയാണ്? അത് കർത്താവിന് വേണ്ടി സാധിച്ചതായിരിക്കുന്ന കഷ്ടതയാണ്. ആ അധ്യായത്തിന്റെ 11-ാം അധ്യായത്തിന്റെ ഏകദേശം 16-ാമത്തെ വാക്യത്തിൽ നാം താഴേക്ക് വായിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് അതിന്റെ 23, 24 അങ്ങനെ ഒരു 27 വരെ വായിക്കുമ്പോൾ പൗലോസ് ദൈവനാമ മഹത്വത്തിനായി അനുഭവിച്ച അനവധി കഷ്ടം അവിടെ രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവനാമ മഹത്വത്തിനായിട്ട് പൗലോസ് അനവധി കഷ്ടങ്ങൾ അനുഭവിച്ചു.
പക്ഷേ ആ കഷ്ടത്തിന്റെ മധ്യത്തിൽ അവൻ അനുഭവിച്ചതായ ജീവിത ക്ലേശങ്ങളുടെ മധ്യത്തിൽ അവൻ ദൈവത്തിനായിട്ട്, നമുക്കറിയാം ശൗലായിരുന്ന കാലത്ത് അവന് യാതൊരു പ്രയാസമുണ്ടായിരുന്നില്ല. അവൻ ശൗലായിരുന്ന കാലത്ത് ആരും അവനെ ഭയപ്പെട്ടിരുന്നില്ല. ശൗലായിരുന്ന കാലത്ത് അവൻ അങ്ങോട്ട് കൽപ്പിച്ചിരുന്നു, മറ്റുള്ളവരെ അവൻ ഉപദ്രവിച്ചിരുന്നു, മറ്റുള്ളവരെ കൊല്ലുവാനായിട്ട് പോയിരുന്നു, മറ്റുള്ളവരെ തടവിലാക്കാനായിട്ട് പോയിരുന്നു. എന്നാൽ ദൈവനാമം ധരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിന് വ്യത്യാസം. കഷ്ടത അവന്റെ കൂടപ്പുറപ്പായിട്ട് മാറി, വേദന നിരാശ അവന്റെ കൂടപ്പുറപ്പായിട്ട് മാറി, രോഗങ്ങൾ അവന്റെ കൂടപ്പുറപ്പായി മാറി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ വേദപുസ്തകം പറയുന്നത് നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ട്. നിങ്ങൾ എന്ന വേദപുസ്തകത്തിൽ അവിടെ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു ദൈവമക്കളെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുക. അപ്പൊ ദൈവമക്കൾക്ക് ലോകത്തിലുള്ള ഓഹരി എന്ന് പറയുന്നത് കഷ്ടതയും പ്രയാസവും വേദനയും ദുഃഖവും. എന്നാൽ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ ഈ വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് എത്ര അനവധിയായിട്ടുണ്ടോ അത് മുഴുവനും നിയന്ത്രിക്കണം ദൈവസന്നിധിയിൽ. അവയെല്ലാം ദൈവസന്നിധിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ദൈവത്തിന്റെ പക്കൽ നിന്ന് അവൻ ആശ്വാസം ലഭിക്കും. സങ്കീർത്തനക്കാരൻ അവനെ തന്നെ തട്ടിയിട്ട് പറഞ്ഞു, ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നുണ്ടോ? നിന്നെ വിടുവിക്കുവാൻ മതിയായിരിക്കുന്നത് യേശുവൊരു ദൈവമുണ്ട്. അവനെ പ്രത്യാശ വയ്ക്കും, അത് നഷ്ടമാണ്. പൗലോസ് അദ്ദേഹത്തെ ചേർന്ന് പറയുക, എനിക്ക് പ്രശംസിക്കാനും ഈ കഷ്ടതകളല്ലാതെ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്ക് ലോകത്തിലുള്ള ഓഹരിയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു നാളിൽ നാം ഈ ലോകത്തെ കഷ്ടം അനുഭവിക്കുന്നവരാണെങ്കിൽ ദൈവം നമുക്കായി വലിയൊരു പ്രത്യാശ, മാറിപ്പോകാത്ത, തീർന്നു പോകാത്ത, അത് ജയിച്ചു പോകാത്ത വലിയ പ്രത്യാശ നമുക്കായിട്ട് ഒരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നാം നോക്കിയാൽ ഈ ലോകത്തിൽ ഒരു ദൈവ പൈതൽ പോലും സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ചു. കാരണം വേദപുസ്തകം പറയുന്നത് ലോകം അതിന്റെ പ്രതാപമാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് പിശാചിന് കൊടുത്തിരിക്കുക, അവരുടെ മക്കൾ കൊടുത്തിരിക്കുന്നു. അവരുടെ സംഘത്തിനക്കാരൻ നോക്കിയത് ഒരുവരെ നോക്കി അവൻ ഭയങ്കര പാപിയായ ഒരു മനുഷ്യനാണ്. അവൻ പൈസ വലിച്ചെറിഞ്ഞ്, നമ്മുടെ ഭാഷയിൽ പൈസ വലിച്ചെറിഞ്ഞു കൊടുക്കുകയും വലിച്ചെറിഞ്ഞു കൊടുക്കുകയും, പക്ഷെ അവന് കുറയുന്നില്ല. അവന്റെ സമ്പത്ത് വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അവന് ധാരാളം ഭക്ഷിക്കുവാനായിട്ടുണ്ട്. ലോകത്തിലെ സകലമായിരിക്കുന്ന സുഖ സൗകര്യങ്ങളുമാണ്. അവൻ തിന്നുന്നു, കുടിക്കുന്നു, ആനന്ദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ അവന്റെ അവസാനം എന്താകുമെന്ന് കാണാൻ ദൈവസന്നിധിയിൽ ചെന്നു. ദൈവസന്നിധിയിൽ അവനെ മുഴക്കാൻ പറഞ്ഞു. അവന്റെ അസ്ഥിര തോന്നിയിട്ട് ഞാൻ ഈ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ, സകലത്തെ പഠിച്ച ദൈവത്തെ, സകലത്തിന്റെ അധികാരിയാവുന്ന ദൈവത്തെ ആരാധിക്കുന്ന എന്റെ ഗതിയിലാണ്. പക്ഷെ ഈ ദൈവത്തെ നിന്ദിക്കുന്നവൻ അപ്പുറത്തോട്ട് അവന്റെ അനുഗ്രഹങ്ങളാണ്. അത് മനസ്സിലാക്കിയത്, അത് കണ്ടതായ, അത് കണ്ടിട്ട് അല്പം വ്യസനം തോന്നിയതായിരിക്കുന്ന സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ പോയി മുഴക്കാലത്തിന് മടക്കി ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാനിവിടെ ഇങ്ങനെ കഷ്ടമനുഭവിക്കുന്നു, നിന്നെ അറിയാത്ത അവനവിടെ അതുപോലെ സന്തോഷം അനുഭവിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവോട് പറഞ്ഞു, അവനെ നിശ്ചയമായി വഴിവഴി നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ആ നിൽപ്പിന് ഉറപ്പില്ല. അവൻ നിത്യതയുടെ തുറമുഖത്തേക്ക് പ്രവേശിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അവന്റെ ഓഹരി ലോകത്തിൽ അത്ര വേദപുസ്തകം പറയുന്ന അവന്റെ ഓഹരി ലോകത്തിൽ മാത്രം. എന്നാൽ വരുമാനമൊന്നും അവൻ ഓഹരിയില്ല. അതുകൊണ്ട് ധനവാന്റെ ആസ്തിയുടെ കാര്യം നമുക്കറിയാം. ധനവാൻ മുഖ്യേന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം ധനമുണ്ടായിരുന്നു, ആടുമാടുകൾ, സമ്പത്തുകൾ, ദാസിദാസന്മാരാണ്, ജോലിക്കാർ, പണിക്കാർ. അവന്റെ ഒരു സന്തോഷത്തിനും കുറവില്ല. അവന്റെ പണം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവന്റെ ആശ്രമമായിരുന്നു, അവനെ നോക്കുവാനായിട്ട് ആരുമില്ല. അവന്റെ ജീവിതം മുഴുവൻ കഷ്ടത്തിലാണ്. പക്ഷെ വേദപുസ്തകം പറയുന്നത് ആശ്രമം മരിച്ചു, ധനവാൻ നിത്യമായിരിക്കുന്ന യാതൊരു. എന്നാൽ ആശ്രമം നിത്യമായ സന്തോഷത്തിലേക്ക് അബ്രഹാമിന്റെ വഴിയിലേക്ക്. പ്രിയമുള്ള ദൈവമക്കളെ, പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്,
ദൈവമക്കൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യം ഞാൻ ലോകത്തെ ജയിച്ചോട്ടെ. നോക്കിയിട്ട് ഈ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് അനുഭവിച്ച വേദനയും കഷ്ടതയും എത്രമാത്രമാണ് അപ്പുറത്തുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാനായിട്ട്. ഇവിടെ പൗലോസ് അതിനുശേഷം പറയുന്നു, പ്രശംസിക്കുകയാണെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഭൗതികമായിരിക്കുന്ന നന്മയുണ്ടോ അതിനെ അല്ല ഞാൻ ഭൗതികമായിരിക്കുന്ന നന്മയല്ല, മറിച്ച് ദൈവികമായിരിക്കുന്ന അനുഗ്രഹത്തെ കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് ഞാൻ പ്രശംസിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ മുമ്പിലേക്ക് നാം വായിക്കുന്ന വാക്യത്തിന്റെ അവസാനം പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദന്മാർ ഞാൻ ഒന്നുകുറെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോരിനാലാടിക്കൊണ്ടു, ഒരിക്കൽ കല്ലുകൾ കൊണ്ടു, 3 വട്ടം കപ്പൽ, അങ്ങനെ താഴേക്ക് അനവധിയായ കഷ്ടങ്ങളാണ് വരുന്നത്. എന്നാൽ യെരൂശലേമിൽ ഒരു വാക്യം, എന്നാൽ യഹോവയെ സകല കഷ്ടങ്ങളിൽ വിടുവിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അനവധി കഷ്ടങ്ങൾ വന്നാലും ഈ കഷ്ടങ്ങൾ ഒന്നും അവരെ പിടിച്ചടക്കുകയില്ല, അവരെ പിടിച്ച് നശിപ്പിച്ചു കളയുകയില്ല, അവരെ ഇല്ലായ്മ ചെയ്യുകയില്ല. മറിച്ച് ഈ കഷ്ടങ്ങളുടെ നടുവിൽ ധൈര്യത്തോടെ നിലനിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമായിട്ട് സാധ്യമാണ്. ഈ ലോകത്തിലെ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ, ഈ ചുരുങ്ങിയ ആയുസ്സിൽ നമുക്ക് കഷ്ടങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ആ വേദനകൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മകാടക കാണിച്ചത് ഒരു കർത്തൃദാസൻ പറഞ്ഞു, ഈ വേദപുസ്തകത്തിൽ ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയെ പറഞ്ഞ, കർത്താവേ എനിക്ക് പീഡകൾ വന്നുണ്ട്, പക്ഷെ നീ എന്നെ പേടിപ്പിക്കരുത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞതാണ്. അവിടെ പറയുന്നത്, കർത്താവേ എനിക്ക് പീഡകൾ വർദ്ധിച്ചോട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ എന്നെ പേടിപ്പിക്കരുത്. ദൈവം പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ നിലനിൽക്കുവാനായിട്ടുള്ള ധൈര്യമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിരിക്കുന്നു. ദാവീദിനെ പോലെ നമ്മുടെ വേദനകളുടെ പ്രയാസങ്ങൾ അത് നമ്മുടേതായിട്ട് കൊണ്ട് നടക്കാതെ ദൈവസന്നിധിയിൽ പകരം, കർത്താവേ എന്റെ ഭാരങ്ങൾ, എന്റെ വേദനകൾ, എന്റെ രോഗങ്ങൾ, എന്റെ പ്രയാസങ്ങൾ, എന്റെ പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ, ഇതെല്ലാം നാം ദൈവസന്നിധിയിൽ പകരുമ്പോൾ അതിനെ ഓവർകം ചെയ്യുവാൻ, അതിനെ മറികടക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞു, ഞാൻ നിന്റെ കൃപയാൽ മതിൽ ചാടിക്കടക്കും, ഞാൻ നിന്റെ കൃപയാൽ പാളയത്തിലേക്ക് ഓടിച്ചു, ഞാൻ നിന്റെ കൃപയാൽ നിന്റെ ശക്തിയാൽ ഞാൻ ശത്രുക്കളെ സംഹരിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ആ കൃപയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. നമ്മുടെ പ്രതിസന്ധികളാകുന്ന മതിലിനെ ചാടിക്കടക്കുവാൻ, നമ്മുടെ പ്രതികൂലമായിരിക്കുന്ന ശത്രുവിനെ തകർത്ത് കളയുവാൻ, നമ്മുടെ പ്രതിബന്ധമായിരിക്കുന്ന സകല പോരാട്ടങ്ങളെയും തകർത്ത് കളയുവാൻ ആ ദൈവത്തിന്റെ കൃപ നമ്മളിൽ ആവശ്യം. ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കൃപയില്ലാതെ വിജയകരമായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് നമ്മുടെ നാശത്തിനല്ല, മറിച്ച് ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ വിഷമങ്ങളെയും